കാണുന്നില്ല. കഅബയുടെ ചുറ്റുഭാഗത്തും ആളുകളുടെ ജനനിബിഡമാണ്, വലിയ തിക്കും തിരക്കുമാണ്. കഅബ നോക്കിയിട്ട് കാണാതെ എന്റെ കണ്ണിന് വല്ലതും പറ്റിയോ? അപ്പോൾ ഗുലിയാളുകൾക്ക് ഒന്നുമില്ല. അവിടെ ഒരു വലിയതായ പെണ്ണ്, ഒരു സ്ത്രീ അവിടെ എത്തിയിട്ടുണ്ട്. ആ തിരക്കാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവർ തമ്മിൽ കശ്മീരിന്റെ നിലക്കുള്ള കാഴ്ച കാണുകയാണ്. ആ കാഴ്ചയിൽ ചോദിച്ചു, നിങ്ങൾ വല്ലാത്ത ഭാഗ്യവതിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഈ തിരക്കും ഈ ജനങ്ങളുടെ ബാഹുല്യമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാനല്ല ഭാഗ്യവതി, നിങ്ങളാണ് ഭാഗ്യവാൻ. 14 കൊല്ലം ഹജ്ജിന് വേണ്ടി നിങ്ങൾക്ക് നടന്നു വരാൻ കഴിഞ്ഞല്ലോ. ഓരോ ചവിട്ടടി വെക്കുമ്പോഴും ഈ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹു ഓർക്കാൻ കഴിഞ്ഞല്ലോ. എന്നെക്കാളും വലിയ ഭാഗ്യവാൻ നിങ്ങളാണ് എന്ന് പറഞ്ഞ ശേഷം മഹദി അവർ പറയുകയാണ്, പടച്ചറബ്ബേ, എന്റെ ഈ ഹജ്ജ് നീ സ്വീകരിച്ചുവെങ്കിൽ അതിന്റെ എല്ലാ സവാബും എനിക്ക് കിട്ടണം. അല്ല, ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഒരു പരീക്ഷണമായി നീ അത് കണക്കിലെടുത്ത് അതിന് എനിക്ക് ആ പരീക്ഷണത്തെ നേരിട്ടു എന്ന നിലയ്ക്ക് പ്രതിഫലം കിട്ടണം എന്ന് പറഞ്ഞു ചെയ്തൊരു സംഭവം തദ്കിറത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത്രയും അധ്വാനിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി പോയ അക്കാലത്തെ ജനങ്ങളും ഇന്നു പോകുന്ന ആളുകളും എല്ലാ സൗകര്യങ്ങളും കൊണ്ട് അല്ലാഹു തആല ചെയ്യുന്ന അമലുകളൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നാം അടുത്ത വർഷം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അടുത്ത ഹജ്ജിലുണ്ടാകുമോ, അടുത്ത ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്ത് എന്റെ കൂട്ടുകാരോട്, എന്റെ രക്ഷിതാക്കളോട് പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു മുമ്പിലായ മനുഷ്യൻ ഏറ്റവും കരണീയമായിട്ടുള്ളത്. നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ഭക്തിന് ഞാൻ ജമാഅത്തിന് പോകാം, ഈ സമയത്തൊന്ന് ഉറങ്ങട്ടെ, ഈ സമയത്തൊന്ന് വിശ്രമിക്കട്ടെ എന്ന് ചിന്തിച്ച് നാം നീട്ടിവെച്ചാൽ പാടെ നഷ്ടപ്പെടുവാൻ സാധ്യതയേറെയാണ്. തീരെ ഗ്യാരണ്ടി ഇല്ലാത്ത, ഒരു നിമിഷം പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ശരീരം എപ്പോഴും 6 അടി മണ്ണിലേക്ക് പോവാൻ തയ്യാറായി അതിനൊരുങ്ങി കാത്തു നിൽക്കേണ്ട ശരീരമാണ് ഈ ശരീരം. അതിനുവേണ്ടി എല്ലാ തരത്തിലും തയ്യാറാക്കി നിർത്തേണ്ടത് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ കടമയാണ്. ബുദ്ധിമാനെന്ന് പറഞ്ഞ് അതിബുദ്ധിമാനെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ അവരാണ് ബുദ്ധിമാൻ. മരണത്തിന് ശേഷമുള്ള ജീവിതം ഒരു 65 കൊല്ലമല്ല, ഒരു 75 കൊല്ലമല്ല, കാലാകാലവും എത്രയാണ് കണക്കില്ലാത്ത കാലം. ആ കാലം ജീവിക്കേണ്ട ലോകം നമുക്ക് സന്തോഷമായിട്ടില്ലെങ്കിൽ അവിടെ പരിഭവപ്പെടാൻ മറ്റൊരാളില്ല, വേവലാതി പറയാൻ മറ്റൊരാളില്ല, എന്നെ രക്ഷപ്പെടുത്താൻ പറയാൻ മറ്റൊരു കേന്ദ്രവുമില്ല. എല്ലാ കേന്ദ്രവും ഈ ലോകത്ത് മാത്രമാണുള്ളത്. അതുകൊണ്ട് നാളേക്ക് വെക്കാതെ കഴിവിന്റെ പരമാവധി എല്ലാ